ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിൻഡോസ് 10 പെർഫോമൻസ് കൂട്ടാനുള്ള കുറച്ച് ടിപ്സുകളെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് വൺ, കസ്റ്റം പവർ പ്ലാൻ. പവർ പ്ലാൻ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ പാനലിൽ നിന്ന് പവർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യണം. അതിൽ കയറുമ്പോൾ നമുക്ക് നമ്മളുടെ പവർ പ്ലാനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നോർമലി അവിടെ രണ്ടെണ്ണം കാണും, ബാലൻസ്ഡും ഹൈ പെർഫോമൻസും. ഇൻ കേസ് ഹൈ പെർഫോമൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് പവർ പ്ലാൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഹൈ പെർഫോമൻസ് ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്തതിന് ശേഷം ചേഞ്ച് പ്ലാൻ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് അഡ്വാൻസ് പവർ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വരുന്ന വിൻഡോയിൽ നിന്ന് പ്രോസസ് പവർ മാനേജർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ മിനിമം പ്രോസസ് സ്റ്റേറ്റും മാക്സിമം പ്രോസസ് സ്റ്റേറ്റ് ഉണ്ട്. അതിൽ മിനിമം പ്രോസസ് സ്റ്റേറ്റ് 0 മാക്സിമം പ്രോസസ് സ്റ്റേറ്റ് 100 ആക്കി സെറ്റ് ചെയ്യും. അൾട്ടിമേറ്റ് പെർഫോമൻസ്, നമുക്കെങ്ങനെ ഈ പെർഫോമൻസ് പ്ലാനിൽ അൾട്ടിമേറ്റ് പെർഫോമൻസ് ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ, ബാലൻസ്ഡും ഹൈ പെർഫോമൻസ്. നമുക്കിനി അൾട്ടിമേറ്റ് പെർഫോമൻസ് പവർ പ്ലാൻ നമുക്ക് ഇന്നത്തെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി വിൻഡോസിൻ്റെ പവർ ഷെൽ എടുക്കുക. അവിടെ ഈ പറയപ്പെടുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു അൾട്ടിമേറ്റ് പെർഫോമൻസ് പ്ലാൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ല, അൾട്ടിമേറ്റ് പെർഫോമൻസ് എന്നുള്ള ഒരു പവർ പ്ലാൻ കൂടെ നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട്. അതിൻ്റെയും പ്ലാൻ സെറ്റിംഗ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ. അടുത്ത സ്റ്റോറേജ് ഒപ്റ്റിമൈസേഷൻ. സ്റ്റോറേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാനായിട്ട് സെറ്റിംഗ്സിൽ സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മുകളിൽ ആദ്യമേ തന്നെ നമുക്ക് ടെമ്പററി ഫയൽസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിക്ലെയർ ആയി പോകണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഓൺ ആക്കി ഇടണം. അതോടൊപ്പം തന്നെ താഴെ വരുമ്പോൾ നമുക്ക് ഒപ്റ്റിമൈസ് ഡ്രൈവ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് ഓരോ ഡ്രൈവറിനെ എടുക്കുക, ഒപ്റ്റിമൈസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ടെമ്പററി ഫയൽസിന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ടെമ്പററി ഫയൽസ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നമുക്ക് എന്തൊക്കെ ടെമ്പററി ഫയൽസാണ് ഇപ്പോൾ കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിനകത്ത് ഡൗൺലോഡ് ആയിട്ടുള്ള ഫയൽസുകൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. വിൻഡോസ് അപ്ഡേറ്റിൻ്റെ ഫയൽസ് സഹിതം അതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് വേണ്ടുന്നതും വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുകയും ഡീസെലക്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യാൻ സാധിക്കും. അഡ്ജസ്റ്റിംഗ് പെർഫോമൻസ്, നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് പി സിയുടെ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അവിടെ കമ്പ്യൂട്ടർ നെയിമൊക്കെ കാണാം. അവിടെയായിട്ട് സൈഡിലായിട്ട് നമുക്ക് ചേഞ്ച് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ് എന്ന ഓപ്ഷനിൽ പെർഫോമൻസിൻ്റെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും അഡ്ജസ്റ്റ് ദ ബെസ്റ്റ് പെർഫോമൻസ്, അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് ഡിസ്ക് ക്ലീൻ, നമുക്ക് ഡിസ്കിനെ ഓരോ ഡ്രൈവിനെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇനി ഞാനിപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക് ക്ലീനപ്പ് സെർച്ച് ചെയ്യുക. വരുന്ന വിൻഡോയിൽ നിന്ന് ഡ്രൈവ് സെലക്ട് ചെയ്യുക, ഓക്കെ എടുക്കുക. അത് സ്കാൻ ചെയ്ത് അതിൻ്റെ ടെമ്പററി ഫയൽസിന് മുഴുവൻ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് വേണ്ടാത്തതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എടുക്കുക.